നിങ്ങൾക്കൊരു കാര്യം അറിയോ, 3 ആൾക്ക് തിന്നാൻ വേണ്ടി ചെന്നിട്ടുണ്ടെന്ന് നിറച്ച് മുട്ടപ്പാക്കുന്നു. എന്തിനാ നിങ്ങളിങ്ങനെ മുട്ടപ്പാക്കിയാക്കി ഇടുന്നത് ചോദിച്ചാൽ പറയും ഇതൊക്കെ പോകുന്ന വഴി കാണൂല. ശരിയാന്ന് കേട്ടാ. അപ്പം ഞാൻ ഇന്ന് ആക്കുന്നതില്ലേ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ട് ഒരു അടിപൊളി സലാഡാണ് ഗൈസ്. എന്ത് സലാഡാണെന്ന് വെച്ചാൽ കസ്റ്റർഡ് സലാഡ് നമുക്കങ്ങനെ വിളിക്കാം. അപ്പം ഒരു വെള്ളത്തിലില്ലേ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് മിക്സാക്കി ഇങ്ങനെ ആവേ. എന്നിട്ട് നല്ലോണം പാല് തിളപ്പിക്കണം ഗൈസ്. തിളപ്പിച്ചിട്ട് അതിലേക്കില്ലേ നേരത്തെ ഗ്ലാസ്സിൽ കസ്റ്റേർഡ് ഇട്ടില്ലേ അതങ്ങിടണേ. നമ്മൾ ഇന്ന് മുട്ടമലാക്കുന്നുണ്ട് ഗൈസ്, തീർന്നില്ല. ഇന്ന് മുട്ടമലയും കസ്റ്റേർഡും മാത്രം പോരാ, ഇന്ന് വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉമ്മ ഏറ്റെടുത്തിന് നല്ല അടിപൊളി ബിരിയാണി ആക്കി തരും. അതും എങ്ങനെയെന്നറിയോ, നല്ല ചിക്കൻ ബിരിയാണി, നല്ല ചിക്കൻ പൊരിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി വെച്ചത്. അതാണ് ബിരിയാണീൻ്റെ കളർ ഇങ്ങനെ. അപ്പം നമ്മൾ ആഡംബരത്തിന് വേണ്ടിയിട്ട് നല്ല വാഴയില ചൂടാക്കിയിട്ടില്ലേ അതിലാണ് കേട്ടോ ബിരിയാണി പൊതിഞ്ഞ് വെക്കുന്നത്. പാത്രം കഴുകാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല ഗൈസ്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കാനേ പാടില്ല. അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിനെ. പറഞ്ഞ പോലെ വായ തിന്നാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റെല്ലാം ഉണ്ട്. അപ്പം ഇത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് നമുക്ക് എവിടെയെങ്കിലും പുറത്തു പോയാലോ. എവിടെ പോകുന്നല്ലേ, നമുക്ക് കണ്ണൂരുള്ള പെറ്റ് സ്റ്റേഷനിൽ പോകാമല്ലോ എന്ന് ചിന്തിച്ചേ നേരെ വിട്ടു ഗൈസ് പെറ്റ് സ്റ്റേഷനിൽ. ഇതാരപ്പം നമ്മൾ നോക്കുന്നത്, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ ആനൻ്റെ പുറത്തിറങ്ങുന്നു പറഞ്ഞിട്ട് ആനപ്പുറത്ത് എഴുതിയിട്ടുണ്ടായിനെ. അങ്ങനെ ഈ മീനും ഇങ്ങനെ കൈയിട്ട് കളിക്കണം എന്ന് പറഞ്ഞിട്ട് അതും ആ ആഗ്രഹവും സാധിച്ചു ഗൈസ്. അപ്പം ശരി, ഓക്കെ.